ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹീറോ പ്ലഷർ വണ്ടിയുടെ സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ കീ സെറ്റ് ആയിരുന്നു കംപ്ലൈൻറ്റ്. അപ്പോൾ കീ സെറ്റ് നമ്മൾ അയച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. കീ സെറ്റ് നമുക്ക് ഹീറോൻ്റെ ഒറിജിനൽ പാർട്സ് അവൈലബിൾ അല്ല, ഓൾറെഡി കമ്പനി നിർത്തി. അതായത് ഹീറോ ഹോണ്ട എന്നുള്ള ലേബലിലുള്ള കമ്പനി പാർട്സുകൾ, അതായത് ഹീറോ ഹോണ്ട വന്ന കമ്പനിയുടെ പ്രോഡക്റ്റ്, ഇപ്പോൾ പഴയ മോഡൽ സ്പ്ലെൻഡർ, അതേപോലെ തന്നെ ഹീറോൻ്റെ പാഷൻ പ്ലസ്, പ്ലഷർ, ആ മോഡൽ വണ്ടികളുടെ ഹീറോ ഹോണ്ട എന്നുള്ള വണ്ടികളുടെ ഒട്ടുമിക്ക പാർട്സുകളും കമ്പനി നിർത്തി വരാണ്. ആ കൂട്ടത്തിൽ പ്ലഷറിൻ്റെ പാർട്സുകൾ കിട്ടാനില്ല, ഒട്ടുമിക്ക പാർട്സുകൾ അവൈലബിൾ അല്ല, കീ സെറ്റ് കിട്ടാനില്ല. അപ്പോൾ അതാണ് നമ്മൾ കുറേ തപ്പി കിട്ടാൻ മാർഗ്ഗമില്ലാത്ത കാരണം നമ്മൾ ഈ സ്പാർക്ക് മിൻഡ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് മേടിച്ചിട്ടാണ് കേട്ടോ. നിലവിൽ അത് ഓപ്ഷനുള്ളൂ. ഒറിജിനൽ പാർട്സിൻ്റെ ക്വാളിറ്റി ഒന്നും ഉണ്ടാവണമെന്നില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐറ്റം ഡ്യൂപ്ലിക്കേറ്റ് ആയതുകൊണ്ട്. പക്ഷേ നമുക്ക് വേറെ കിട്ടാനില്ലാത്തതുകൊണ്ട് വേറെ ഓപ്ഷൻ ഇല്ല, വണ്ടി ഉപയോഗിക്കണമല്ലോ. അപ്പോൾ അത് നമുക്ക് മേടിച്ച് കയറ്റില്ലാണ്ട് വേറെ മാർഗ്ഗമില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ കൂടെ നമുക്ക് അതിൻ്റെ ഈ ചോക്കിൻ്റെ കേബിൾ കംപ്ലൈൻ്റ് ഉണ്ട്, അത് വലിഞ്ഞ് നിൽക്കണം. അപ്പോൾ അതും കൂടി നമ്മൾ മാറ്റുന്നുണ്ട്. സ്പാർക്ക് പ്ലഗും കൂടി മാറ്റിയിടുന്നുണ്ട് കേട്ടോ. പ്ലഗും കൂടി കൂട്ടത്തിൽ മാറ്റി വിടുന്നുണ്ട്. എഞ്ചിൻ ഓയിലൊക്കെ നോക്കി, ഓയിലൊക്കെ ഉണ്ട്, നല്ല ഓയിലാണ്. പിന്നെ അത്യാവശ്യം ബ്രേക്കൊക്കെ ഇച്ചിരി കുറവുണ്ട്, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വൈകുന്നേരത്ത് ഒരു 5 മണി കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വണ്ടി എടുക്കാം. ആ രീതിയിലേക്കാണ് നമ്മൾ വണ്ടി സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ.